ഹലോ, നമ്മളുടെ ഡിജി സെയിൽസിൻ്റെ ഈ ഗ്രൂപ്പിൽ പെർഫ്യൂം അത്തർ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇവിടെ ഡിജി സെയിൽസിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന പെർഫ്യൂം അത്തർ ഷോപ്പ് ഓണേഴ്സിന് സോഷ്യൽ മീഡിയ വഴി കസ്റ്റമറെ കണ്ടെത്താനും അവരുടെ ആ ചെറിയ ഷോപ്പിലെ സെയിൽ വർദ്ധിപ്പിക്കാനുമാണ്. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെർഫ്യൂം ബിസിനസ് എല്ലാം നടത്തുന്നവർ അവർ പ്രൊഡക്റ്റിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഇൻറ്റീരിയർ കുറേ കൂടി നന്നാക്കാനായിട്ട് നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ബ്രാൻഡ് നെയിം, അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ഇവർ മറന്നു കളയുന്നൊരു സംഗതിയുണ്ട്, മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മളുടെ ഒരു ബിസിനസ് വളർത്തണമെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിലവിലുള്ള കസ്റ്റമേഴ്സ് വീണ്ടും വരുന്നതിനെ പറ്റിയിട്ടല്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വീണ്ടും റിപ്പീറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴല്ല ബിസിനസ് ശരിക്കും വളരുന്നത്. മറിച്ച് പുതിയ കസ്റ്റമേഴ്സ്, അതായത് ഇന്ന് വരെ നിങ്ങളുടെ കസ്റ്റമർ ആവാത്ത, പേയ്മെൻറ്റ് തന്ന് നിങ്ങളുടെ ആ പെർഫ്യൂം പ്രൊഡക്റ്റ് വാങ്ങാത്ത പുതിയ വിഭാഗം, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ആളുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരുമ്പോഴാണ് ആ ബിസിനസ് ശരിക്കും വളരുന്നത്. ഇതിന് മാർക്കറ്റിംഗ് കൂടിയേ തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് മാർക്കറ്റിംഗ് എന്നാണ്, എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന, വരുമാനം കൊണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളുടെ സിറ്റിയിലെ പല ഷോപ്പുകളും, അങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടെന്ന് നമ്മളറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് ശേഷമാണ്. പല റെസ്റ്റോറൻറ്റുകളും അതിന് ഉദാഹരണമാണ്. നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാതെ, ഓൺലൈനിലേക്ക് ഇറങ്ങാതെ, ഷോപ്പിൽ വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് വളർത്താൻ കുറേ ടൈം എടുക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ കസ്റ്റമറെ വളരെ ചീപ്പായിട്ട്, വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്ത്, ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ വേണമെന്നുള്ളതാണ്. ബിസിനസ്സിനെ ശരിക്കും വളർത്തുന്നത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് വരുമ്പോഴാണ്. മാർക്കറ്റിങ്ങിൻ്റെ സ്കോളേഴ്സ് അതിന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള, ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് അവിടെ ആ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഒരു 90-95% പെർഫ്യൂം അത്തർ ഷോപ്പ് ഓണേഴ്സ് ഇന്ന് യൂസ് ചെയ്യണില്ല. ഒരു 5% മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവർ തരക്കേടില്ലാതെ സോഷ്യൽ മീഡിയ വഴി ബിസിനസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ശരിക്കും പെർഫ്യൂം അത്തർ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. മറ്റു പ്രോഗ്രാമുകൾ പോലെയല്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ മറ്റു പ്രോഗ്രാമുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ജനറലായിട്ടുള്ളതാണ്, എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, ഫുഡ് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ടായിരിക്കും, സർവീസ് ബിസിനസ് ഉണ്ടായിരിക്കും. എല്ലാ ബിസിനസ്സുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ അവർ നിങ്ങളെ. പക്ഷേ ഞങ്ങൾ ഡിജി സെയിൽസിൽ പെർഫ്യൂം അത്തർ, അതാണ് പരസ്യത്തിൽ തന്നെ കൊടുത്തത്, പെർഫ്യൂം അത്തർ ഷോപ്പുള്ള ഒരാളാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളുടെ പരസ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി പെട്ടിട്ടുള്ളൊരു പെർഫ്യൂം അത്തർ ഷോപ്പ് ഓണറാണ് ഈ ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്യുക. മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വരും. ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും നമ്മളുടെ പ്രൊഡക്റ്റല്ല നമ്മളെ രക്ഷിക്കുന്നത്. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള കഴിവാണ് നമ്മളെ ശരിക്കും ബിസിനസ്സിൽ രക്ഷിക്കുന്നത്. പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് വൺസ് പർച്ചേസ് നടന്നതിന് ശേഷം മാത്രം കസ്റ്റമറിന് തിരിച്ചറിയുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊരു പക്ഷേ അപ്പോൾ തന്നെ മനസ്സിലായേക്കാം. പക്ഷെ അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ അലക്കിയതിന് ശേഷം അതിൻ്റെ സ്മെല്ല് പോകും. അങ്ങനെ പല പല സംഗതികൾ വൺസ് പർച്ചേസ് നടന്നതിന് ശേഷം മാത്രമേ കസ്റ്റമറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിലിലേക്ക് ലീഡ് ചെയ്തത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല, മറിച്ച് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം. കസ്റ്റമർ കണ്ടെത്താനുള്ള കഴിവ്. റിപ്പീറ്റ് പർച്ചേസിന് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങളെ സഹായിക്കും. നല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ വാങ്ങിയ കസ്റ്റമർ തിരിച്ചു വരും. ക്വാളിറ്റി വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ക്വാളിറ്റി ഉള്ളതോടൊപ്പം തന്നെ കസ്റ്റമറെ കണ്ടെത്താനുള്ള കഴിവും വേണം. ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ അതിന് വേണ്ട കസ്റ്റമറെ, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള മാർക്കറ്റിംഗ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ആ ബിസിനസ് വളരില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ,
ഈ ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ എപ്പോഴും വേണം. വേറെ ഒന്നുമല്ല, തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് ബിസിനസ്സിലേക്ക് കടന്നു വരും. ആ പുതിയ വിഭാഗം എന്നുള്ളടത്ത് അടിവര ഇടണം. നിലവിലുള്ളവർ വീണ്ടും വരണതിനെ പറ്റിയിട്ടുള്ളതല്ല. വളർച്ച വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയ വിഭാഗം കടന്നു വരാൻ വേണം. അപ്പോൾ പുതിയ വിഭാഗത്തെ കൊണ്ടുവരണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെ കസ്റ്റമറെ കൊണ്ടുവരാം, എങ്ങനെ കസ്റ്റമറെ കൂട്ടാം, എങ്ങനെ ഓൺലൈൻ വഴി വാക്കിംഗ് കസ്റ്റമേഴ്സിന് പുറമെ ഓൺലൈൻ വഴി എങ്ങനെ സെയിൽ കൂട്ടാം, ഓൺലൈനിൽ നിന്നൊരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാം. ഈ ഐഡിയ ആദ്യം തലയിൽ വേണം എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി. കാരണം ബിസിനസ് വളർത്താൻ വെറുതെ ഇൻറ്റീരിയർ ചെയ്തതുകൊണ്ടോ പ്രൊഡക്റ്റിൻ്റെ കളക്ഷൻ കുറച്ച് കൂട്ടിയത് കൊണ്ടോ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തതുകൊണ്ടോ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു ലൈസൻസ് എടുത്തതുകൊണ്ടോ ഇതൊന്നും തന്നെ, അതൊക്കെ വേണം. പക്ഷെ അതൊന്നും ഡയറക്റ്റ് നിങ്ങളുടെ റവന്യൂ കൂട്ടാൻ സഹായിക്കുന്ന സംഗതിയിൽ നേരിട്ട് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ആക്ടിവിറ്റികളാണ് ഒരു ബിസിനസ്സിലുള്ളത്. അത് പെർഫ്യൂം ബിസിനസ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും. നമ്പർ 1 ആദ്യം നടക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ്. എന്താണോ വിൽക്കാനുള്ളത് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്തുക. രണ്ടാമതാണ് സെയിൽസ്. ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുക. ഈ 2 ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് വളരുന്നത്. അതല്ലാതെ പുതിയൊരു ഫർണിച്ചർ വാങ്ങിച്ചതുകൊണ്ടോ നിങ്ങളുടെ കാറിൻ്റെ ടയർ മാറ്റി അലോയി ആക്കിയതുകൊണ്ടോ ഇതൊന്നും കസ്റ്റമർക്ക് അറിയേണ്ട കാര്യമില്ല. ഇൻഡയറക്റ്റ്ലി എങ്ങനെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ നേരിട്ട് വരുമാനം കൊണ്ടുവരുന്ന 2 ആക്ടിവിറ്റികളാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.